ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് ചിലവർ പറയും ചപ്പാത്തി പൊങ്ങി വരുന്നില്ല, സോഫ്റ്റ് ആവുന്നില്ല, ഭയങ്കര ഹാർഡാണ് എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവിയായിരിക്കും നമ്മുടെ വീട്ടമ്മമാർക്ക് അധികവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ബലൂൺ പോലത്തെ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി കണ്ടു നോക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കപ്പ് അളവിൽ ആട്ടപ്പൊടിയാണ്, നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ആട്ടപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളം ചൂടുള്ള വെള്ളം എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ. എങ്കിൽ നല്ല സ്മൂത്തി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നല്ല ഇളം ചൂടുള്ള വെള്ളം എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കണ്ടില്ല, ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ തന്നെ വലിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കുഴക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ ചപ്പാത്തിയുടെയും ഇത് കേട്ടോ. നല്ലോണം പൊങ്ങി വരുമൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നല്ലപോലെ നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് നെയ്യോ പിന്നെ അതുപോലെ തന്നെ എണ്ണയോ തൈരോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു 3 വിരൽ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുഴച്ചതിന് ശേഷം ഈ ഒരു 3 വിരൽ വെച്ചിട്ട് ഇതുപോലെ 3 പ്രാവശ്യം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കുഴ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. എൻ്റെ ഈ ഒരു വിരൽ വെക്കുമ്പോൾ തന്നെ അതിലേക്ക് താണു പോകുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. ഇത് ഈ ഒരു സ്പൂണിൽ ഈ ഒരു ഹോൾസിലെ ഇതിലൊക്കെ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ബൗൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉണ്ട പിടിക്കാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണം നമുക്ക് ഇത് ഓരോ ബൗൾസാക്കിയിട്ട് മാറ്റി വെക്കാനായിട്ട്. അപ്പം കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ട പിടിക്കൽ. അപ്പോൾ ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് ഓരോ ഇത് വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇപ്പോൾ ഒരു 15ഓളം ബൗൾസായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 3 കപ്പ് പൊടിക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആളുകൾ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ പൊടി എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് കണ്ടില്ലേ, കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ബീഫ് ഫ്രൈ കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കിലോ ബീഫ് കൂടി ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി വെളുത്തുള്ളിയാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കുക്കറിലേക്ക് വെക്കുന്നുണ്ട്. ഒരു 6-7 വിസിലടിയുന്ന വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. വെന്ത് അടിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. ഇനിയിപ്പോൾ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ മല്ലിയിലൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ്. അത് ചെറിയ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ച് കൊടുക്കുക. ഇതിലുള്ള ഒരു കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ നിന്നൊന്ന് വലിഞ്ഞ് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ വായിലൊക്കെ വാട്ടിയതിന് ശേഷം നമ്മുടെ ആ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കളർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബീഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതും കൂടിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. ഇനിയിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറുനാരങ്ങയും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയ്ക്ക് ഇതിൽ പിഴിഞ്ഞിട്ട് പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ആ ഒരു ടൈമിൽ തന്നെ ഞാനിതാ ഇവിടെ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഓരോ ബൗൾസ് ഇതാ ഞാൻ കുറച്ച് മൈദപ്പൊടി കൗണ്ടർ ടോപ്പിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പൊടി ഇതിൻ്റെ അടിയിലും മുകളിലേക്കും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തി കോലെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഏത് രീതിയിലാണോ പരത്തിയെടുക്കുന്നത്, നിങ്ങൾ ഏത് ഷേപ്പിലാണോ പരത്തുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ നല്ല തിന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കണ്ട കേട്ടോ. കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണ് പരത്തിയെടുക്കാൻ. നമ്മൾ തീരെ നൈസായിട്ടാണ് പരത്തിയെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചപ്പാത്തി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു കട്ടി വേണം കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ വലിഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടാകുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു ചപ്പാത്തി ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നല്ലപോലെ ബബിൾസ് വരുന്നുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല. ഈ ഒരു സമയത്ത് തന്നെ നല്ല ബലൂണ് പോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പം കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തി കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് സമയം ഇങ്ങനെ വെച്ചാൽ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നമുക്കൊന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കഴിക്കാനായിട്ട് കഴിയും. ചില കുട്ടികൾക്കൊക്കെ ഹാഡ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും ചപ്പാത്തി. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടിയിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ചപ്പാത്തിയൊക്കെ എങ്ങനെ പൊങ്ങി വരുന്നുണ്ടെന്ന്. നല്ല ബലൂണ് പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും ഉപ്പും അതുപോലെ തന്നെ ആട്ടപ്പൊടി മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ മുഴുവൻ ചപ്പാത്തിയും ഇങ്ങനെ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ചപ്പാത്തി. വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇനി ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് മുഴുവൻ ചപ്പാത്തി ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നുള്ളത്. അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബലൂണ് പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ചപ്പാത്തിയും ചുട്ടെടുക്കാം കേട്ടോ. ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇപ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ നല്ലോണം പൊങ്ങി വന്ന ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ചപ്പാത്തിയൊക്കെ നല്ല ഒരു ഹൈറ്റ് വന്ന പോലെ ഉണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് കൈ വെച്ചിട്ട് കണ്ടില്ലേ ഒന്ന് തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത് പോക്കറ്റ് പോലെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ചപ്പാത്തി നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കൈ ഒന്ന് വെക്കുമ്പോഴത്തേനും മുറിഞ്ഞു പോകുന്ന ആ ഒരു സോഫ്റ്റാണ് നമ്മുടെ ചപ്പാത്തി. ചിലവരൊക്കെ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടായിരിക്കും ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ അത് തീരെ പറ്റുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല. നല്ല മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊടുക വേണ്ട, അപ്പം തന്നെ ഒന്ന് മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട്, അതുപോലെ ബീഫ് റോസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ
ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കണ്ടു വെക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.